Good day all. Today we are going to discuss previous year questions. Section C, each question carries 4 marks. Okay, question number 28. Question number 28. Tom speaks truth in 30% cases. Jerry speaks truth in 25% cases. What is the probability that they would contradict each other? Tom speak truth in 30% cases. Tom truth പറയുന്ന 30% കേസിലും ജെറി ആണെങ്കിൽ 25% കേസസിലുമാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഇസ് എ പ്രോബിലിറ്റി ദാറ്റ് ദേ വുഡ് കോൺട്രഡിക്റ്റ് ഈച്ച് അതർ. അപ്പം ഫസ്റ്റ് നമ്മൾ എഴുതാണ് ടോം ട്രൂത്ത് പറയാനുള്ള പ്രോബിലിറ്റി. ഓക്കെ, ടോം ട്രൂത്ത് പറയാനുള്ള പ്രോബിലിറ്റി. ഓക്കെ, അപ്പം പ്രോബിലിറ്റി ഓഫ് എന്താണ് ടോം ട്രൂത്ത്. ഓക്കെ, ടോം ട്രൂത്ത് സത്യം പറയാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ 30% കേസസിലാണ്. ഓക്കെ, പെർസെൻ്റ് ആണ്. അപ്പം പ്രോബിലിറ്റി എന്താണ്? 30 ഡിവൈഡ് ബൈ 100. ഓക്കെ, 30 ഡിവൈഡ് ബൈ 100 ആണ്. അപ്പം 30 ബൈ 100 നമുക്ക് 3/10 എഴുതാം. ഓക്കെ, 3/10. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ടോം ലൈ പറയാനുള്ള, കള്ളം പറയാനുള്ള ചാൻസ് എന്തായിരിക്കും? നമുക്കറിയാം, കോംപ്ലിമെൻറ്റ് ലോ അറിയാം അല്ലേ? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്താണ്? 1 ആണെന്നറിയാം അല്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ടോം സത്യം പറയാതിരിക്കാനുള്ള, അതായത് ടോം നോട്ട് ട്രൂ, അതായത് ലൈ കള്ളം പറയാനുള്ള പ്രോബിലിറ്റി നമുക്കറിയാം. പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 1 - p ഓഫ് എ ആണെന്ന്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് എഴുതാം? 1 - 3/10. ഇതിൻ്റെ അർത്ഥം എന്താണ്? കള്ളം പറയുക, അതായത് നോട്ട് ട്രൂ. എന്ന് പറയുന്നത് 7/10. ഓക്കെ, 7/10. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ജെറി സ്പീക്ക് ട്രൂത്ത്. ജെറി എത്രയാണ്? 25% കേസസിലാണ് അല്ലേ എന്താ ട്രൂത്ത് പറയുന്നത്. അപ്പം എന്താണ് പ്രോബിലിറ്റി ഓഫ് ജെറി ട്രൂത്ത് പറയാനുള്ള പ്രോബിലിറ്റി 25% കേസ്, ദാറ്റ് ഈസ് 25 ഡിവൈഡ് ബൈ 100. അങ്ങനെയാണെങ്കിൽ ജെറി ലൈ പറയാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? 1 - 25/100, ദാറ്റ് ഈസ് 75/100. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദേ വുഡ് കോൺട്രഡിക്റ്റ് ഈച്ച് അതർ. അതായത് അവർ സംസാരിക്കുമ്പോൾ കോൺട്രഡിക്റ്റ് ആവാനുള്ള പ്രോബിലിറ്റി. കോൺട്രഡിക്റ്റ് ഈച്ച് അതർ മീൻസ് എന്താണ് കോൺട്രഡിക്റ്റ് ഉദ്ദേശിക്കുന്നത്? കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് കോൺട്രഡിക്റ്റ് ഈച്ച് അതർ ആണ്. കോൺട്രഡിക്റ്റ് ഈച്ച് അതർ. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് കോൺട്രഡിക്റ്റ് ഈച്ച് അതർ. അർത്ഥം എന്താണ്? ഒന്നെങ്കിൽ എന്ത് ചെയ്യുന്നു, ടോം എന്ത് ചെയ്യുന്നു? ട്രൂത്ത് പറയുന്നു. ജെറി എന്ത് ചെയ്യുന്നു? കള്ളം പറയുന്നു. ഓക്കെ, ഒരാൾ സത്യം പറയുന്നു, മറ്റാൾ കള്ളം പറയുന്നു, അല്ലെങ്കിൽ അതാണ് കോൺട്രഡിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ടോം എന്ത് ചെയ്യുന്നു? ഒന്നെങ്കിൽ ടോം എന്ത് ചെയ്യുന്നു? സത്യം പറയുന്നു. ജെറി എന്ത് ചെയ്യുന്നു? കള്ളം പറയുന്നു. ഓക്കെ, ജെറി ലൈ. അല്ലെങ്കിൽ എന്താണ്? ടോം എന്ത് ചെയ്യുന്നു? കള്ളം പറയുന്നു. ഓക്കെ, ടോം ലൈ. ജെറി എന്ത് ചെയ്യുന്നു? സത്യം പറയുന്നു. ഓക്കെ, ജെറി ട്രൂത്ത്. ഇതാണ് കോൺട്രഡിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ എന്ത് ചെയ്യുന്നു? ടോം ട്രൂത്ത് പറയുന്നു, ജെറി എന്ത് ചെയ്യുന്നു? ലൈ കള്ളം പറയുന്നു. അല്ലെങ്കിൽ പ്ലസ്. അല്ലെങ്കിൽ ടോം എന്ത് ചെയ്യുന്നു? കള്ളം പറയുകയും ജെറി എന്ത് ചെയ്യുന്നു? ട്രൂത്ത് പറയുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോം ട്രൂത്ത് പ്രോബിലിറ്റി 3/10 ഇൻറ്റു ജെറി ലൈ പറയുന്നത് 75/100. അല്ലെങ്കിൽ മീൻസ് പ്ലസ് ടോം ലൈ പറയുന്നത് ദാറ്റ് ഈസ് 7/10 ഇൻറ്റു ജെറി എന്ത് ചെയ്യുന്നു? ട്രൂത്ത് പറയും, ദാറ്റ് ഈസ് 25/100. ഓക്കെ,
3/10 into 75/100 plus 7/10 into 25/100. ഫൈനൽ ആൻസർ കിട്ടുന്നത് 400/1000, ദാറ്റ് ഈസ് 4/10 എന്ന ആൻസർ കിട്ടും കേട്ടോ. ദാറ്റ് ഈസ് 0.4 ആണ് ആൻസർ. അപ്പം കോൺട്രഡിക്റ്റ് എന്ന് വെച്ചപ്പം ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. വേറെ രീതിയിലും ചോദിക്കും ഇതേ ക്വസ്റ്റ്യൻ തന്നെ. എന്താണ്? രണ്ടുപേരും സത്യം പറയാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അങ്ങനെ കണ്ടുപിടിക്കും. രണ്ടുപേരും സത്യം പറയാനുള്ള പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എന്താണ്? ടോം ട്രൂത്ത് പറയും, ചെറിയ ട്രൂത്ത് പറയും. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3/10 into 25/100. അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടുപേരും കള്ളം പറയാനുള്ള പ്രോബിലിറ്റി, ലൈ പറയാനുള്ള പ്രോബിലിറ്റി, നോട്ട് ട്രൂത്ത് പറയാനുള്ള പ്രോബിലിറ്റി എന്ന് ചോദിച്ചാൽ എന്താണ്? ടോം ലൈ പറയുന്നു, ചെറിയ ലൈ പറയുന്നു. ഈ രണ്ടും കൂടെ എന്ത് ചെയ്യുക? 7/10 75/100 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് ഈ പ്രോബ്ലം വരുമ്പം ചെയ്യുന്നത്. ഓക്കെ.